ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA ഉന്നയിച്ച പരാതികളിലെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് DGP സംസ്ഥാന സർക്കാരിന് കൈമാറാൻ സാധ്യത. മുഖ്യമന്ത്രിക്കായിരിക്കും ഈ റിപ്പോർട്ട് നൽകുക. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതിൽ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കാമെന്നാണ് മുഖ്യമന്ത്രി CPIക്ക് ഉൾപ്പെടെ വാഗ്ദാനം കൊടുത്തിരിക്കുന്ന ഒരു പ്രോമിസാണ്. അത് തീർച്ചയായിട്ടും ADGPയുടെ ഭാഗത്ത് അപരാധമുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം പാർട്ടി ചുമതലയുള്ള ആൾക്കാരോടും പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പ്രതീഷ്, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ADGP MR അജിത് കുമാറിന് ഇന്ന് നിർണായക ദിവസം കൂടിയാണ്. DGP PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ, RSS കൂടിക്കാഴ്ച, ഇതിൽ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ഇന്ന് സമർപ്പിക്കും. മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ നിലപാട് സ്വീകരിക്കുന്നത്. നേരത്തെ തന്നെ DGPയുടെ ആദ്യ റിപ്പോർട്ടിൽ ADGP MR അജിത് കുമാറിന്റെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. ഇന്നലെ ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റി യോഗവും ADGPയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായതായാണ് വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയെന്ന മുഖ്യമന്ത്രിയും CPM-ഉം ആവർത്തിക്കുമ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ആദ്യഘട്ടം മുതൽ റിപ്പോർട്ട് അന്വേഷണം നടക്കട്ടെ, റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം മാത്രം നടപടിയെന്ന നിലപാടാണ് മുഖ്യമന്ത്രിയും CPM-ഉം MR അജിത് കുമാറിന്റെ കാര്യത്തിൽ സ്വീകരിച്ചിരുന്നത്. ഇന്ന് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടുകൂടി തന്നെ ഈ MR അജിത് കുമാറിനെ മാറ്റണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. CPIയുടെ ഉൾപ്പെടെ വലിയ സമ്മർദ്ദം CPM-ന് മുഖ്യമന്ത്രിക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ DGP വീഴ്ച ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിൽ ഇന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്ന റിപ്പോർട്ടിലും ADGPയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ പറയുന്നതായിരിക്കും. നേരത്തെ ഈ RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടും PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലും DGP ADGPയിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. പോലീസ് ആസ്ഥാനത്ത് വിളിപ്പിച്ചായിരുന്നു അന്ന് മൊഴിയെടുത്തിരുന്നത്. ഇതിൽ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച വ്യക്തിപരമെന്നും ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട് ഇത്തരം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താറുണ്ട് എന്നുള്ളൊരു വിശദീകരണമാണ് ആ കാര്യത്തിൽ ADGP നടത്തിയത്. പക്ഷേ ADGPയുടെ വിശദീകരണം പൂർണ്ണമായും തൃപ്തികരമല്ലെന്നൊരു നിലപാടിലാണ് നിലവിൽ DGP ഉള്ളത്. ഇതുൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. നേരത്തേതിന് സമാനമായി റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറി തുടർ നടപടിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുമോ എന്ന കാര്യത്തിലും തീരുമാനം വരാനുണ്ട്. എന്തായാലും ഇന്ന് ഇക്കാര്യത്തിൽ ഒരു നിർണായകമായ തീരുമാനം ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം വീണ്ടും ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ പ്രതിപക്ഷമടക്കം വലിയ പ്രതിഷേധമുണ്ടാക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ട് എത്രയും വേഗം ഒരു പരിഹാരം കാണാനാണ് സർക്കാർ നീക്കം. SKN. ഓക്കെ, താങ്ക് യു MG പ്രതീഷ്.